പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ അന്തസ്സ് പുലർത്തുന്നില്ല, പച്ചയ്ക്ക് രാഷ്ട്രീയം വിളിച്ചു പറയുന്നതും ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുന്നതും ശരിയാണോ എന്ന് ആലോചിക്കണം എന്നുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്തിനൊപ്പം നിൽക്കാം എന്നുള്ള ഒരു പൊതു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നോക്കൂ, ഇന്നിപ്പോൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സർവകലാശാലകളിൽ നിയമനങ്ങൾ ഉണ്ടാകുന്നത് VC-യുടെ ലിസ്റ്റ് പ്രകാരമാണ്. ഇത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്ത ലിസ്റ്റ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആ നിലയിലുള്ള സംഘപരിവാർ വൽക്കരണത്തെ എതിർക്കേണ്ടത് തന്നെയല്ലേ പി കെ നവാസ്? തീർച്ചയായും. ആദ്യം BJP-യുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു വിഷയത്തോട് പ്രതികരിക്കണമെന്ന് വിചാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ, അദ്ദേഹം സംഘപരിവാറിന്റെ ഒരു സന്ദേശകനായി കേരളത്തിൽ എത്തിയാൽ അങ്ങനെ അദ്ദേഹത്തെ തടുക്കുകയും അദ്ദേഹത്തോട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് സാധ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്നത്, കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം എന്നും സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾക്കെതിരെ പ്രതികരിച്ച നാടാണ്. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും അമിത്ഷാ ആയാലും ഗവർണർ ആയാലും ശരി, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യേണ്ടതല്ലാതെ അതിനപ്പുറത്തേക്ക് കാവ്യവൽക്കരണത്തിന്റെ പ്രവർത്തനങ്ങളുമായി വന്നാൽ സ്വാഭാവികമായി കേരളത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങളെ മറികടക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്നത് അവർ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ പ്രതികരണത്തിന്റെ അളവുകോലുകളിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ ആദ്യമേ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ ലിസ്റ്റ് കൊണ്ടുവരുന്നതിൽ കാവ്യവൽക്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലേ എന്നാണ്. തീർച്ചയായും ഞങ്ങൾ ഈ ഗവർണറുടെ നിലപാടുകൾക്കെതിരെ തുടക്കം മുതൽ പ്രതികരിച്ചവരാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇവിടെ കോട്ട് ചെയ്തു. ഞങ്ങൾ പറയട്ടെ, ഈ വൈസ് ചാൻസലർ, ഈ ചാൻസലർ അല്ലെങ്കിൽ ഈ ഗവർണർ, ഇദ്ദേഹം ഏതെല്ലാം ഘട്ടത്തിൽ സംഘപരിവാർ അനുകൂല സമീപനങ്ങൾ എടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രതികരണങ്ങൾ ഏറ്റവും ആദ്യം പ്രകടിപ്പിച്ച സംഘടനയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഇപ്പോ PM മാർഷൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ സംസ്ഥാനത്തുടനീളം പ്രതികരിക്കുമെന്നും സമരം ചെയ്യുമെന്നും പറയുമ്പോൾ ഇപ്പൊ എന്തുണ്ടായി എന്ന പരിശോധന നടത്തണം. ഞങ്ങൾ തുടക്കം മുതൽ ഈ ഗവർണർ വന്ന സമയം മുതൽ ഞങ്ങൾ ഗവർണർക്കെതിരെ കൃത്യമായ സ്റ്റാൻഡുണ്ട്. നിയമസഭക്കകത്ത് നമ്മൾ കൊണ്ടുവന്ന പ്രമേയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അന്ന് ആരാണ് ഈ ഗവർണറെ പ്രൊട്ടക്ട് ചെയ്തത് നമുക്കറിയാം. എന്താണ് കേരളത്തിന്റെ ഒരു മന്ത്രി തന്നെ ഗവർണറെ കണ്ടുവന്നിട്ട് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്? ഞങ്ങളൊന്ന് പോയി കണ്ടാൽ, മുഖ്യമന്ത്രി പോയി കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങൾക്കുള്ളൂ, അത് ഞങ്ങൾ തീർത്തുകൊള്ളാം എന്ന് പരസ്യമായി പറഞ്ഞു. ഞങ്ങൾ അന്ന് പറഞ്ഞു അതല്ല പ്രശ്നം, മുഖ്യമന്ത്രി കാണുന്നതല്ല പ്രശ്നം, ഇത് നയപരമായി RSSന്റെ പ്രചാരകനായി ഗവർണർ മാറുന്നു എന്നതാണ് പ്രശ്നം. ഞങ്ങൾ പറഞ്ഞതാണ്. ഇനി ഇന്നത്തെ യൂണിവേഴ്സിറ്റി സമരത്തിലേക്ക് വന്നാൽ രണ്ട് പ്രശ്നമുണ്ട് ശ്രീനികേഷ്. ഒന്ന്, SFI പറയുന്ന കാര്യം, ഇവിടെ ഗവർണർ എന്ന് പറയുന്ന മനുഷ്യൻ, ആ വ്യക്തി അല്ലെങ്കിൽ ആ ഭരണഘടനാ പദവി ഇരിക്കുന്ന വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള 18 ലിസ്റ്റിൽ സംഘപരിവാറുകാരുണ്ട് എന്നതാണ്. ഞങ്ങൾ കൃത്യമായ ലിസ്റ്റ് പരിശോധിച്ചാണ് അതിൽ സംഘപരിവാർ ഉണ്ട്, ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട്. എന്നാൽ ആ ലിസ്റ്റ് തള്ളി മറ്റൊരു ലിസ്റ്റ് എടുക്കണം എന്നാണല്ലോ PM മാർഷൽ പറയുന്നത്. എന്നാൽ ആ ലിസ്റ്റ് ഏതാണ്? അത് CPM കൊടുത്ത ലിസ്റ്റാണ്. അതിൽ 18 പേരുണ്ട്. നിങ്ങൾ ആ ലിസ്റ്റ് പരിശോധിക്ക്. 18 പേരും പാർട്ടി നേതാക്കന്മാരാണ്. കാരണം കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ് സെനറ്റിലേക്ക് വരേണ്ടത് എന്നിരിക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അംഗീകരിക്കണം എന്ന് CPM-ഉം SFI-യും പറയുന്നു. മറുഭാഗത്ത് സംഘപരിവാർ ഉൾപ്പെട്ട ലിസ്റ്റ് അംഗീകരിക്കണമെന്ന് ചാൻസലർ പറയുന്നു. ഇത് തമ്മിലുള്ള സംഘർഷം എന്ന് വെച്ചാൽ ഞങ്ങൾ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഒരു മെറിറ്റും നോക്കാതെ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഉതകുന്ന ആളുകളെ എങ്ങനെ സെനറ്റിൽ കൊണ്ടുവരാം എന്ന് പറയുന്ന തർക്കമാണ് ഇവിടെ യഥാർത്ഥം. Debate with MV Nikesh Kumar.